ഒരു വാചകം പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. എനിക്കിത് വായിച്ചപ്പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. ഈ ഒരു വാചകം കർത്താവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പള്ളിയിലും കുർബാന ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് വൈദികര് എല്ലാ പള്ളികളിലും താമസിക്കുന്നതിന് വേണ്ടിയാണ്, എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലേ? നമുക്കറിയാം വലിയ പള്ളികളുണ്ട്, അവിടെ കുടുംബ വിവാഹവും മാമോദിസ നടക്കാറുണ്ട്. പക്ഷെ ചില പള്ളികളൊക്കെ എങ്ങനെയാണ്, ഭക്ഷണത്തിരിക്കുന്ന മാമോദിസ നടക്കാറുണ്ട്, അല്ലേ? ഇങ്ങനത്തെ പള്ളികളുണ്ട്. പക്ഷെ അവിടെയും വൈദ്യുതി താമസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? രാവിലെ ഒരു ബലി അർപ്പിക്കുന്നതിന് വേണ്ടി, അല്ലേ? ഈശോ പറഞ്ഞ ആ വാക്കിൻ്റെ വിലയെ, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് കർത്താവ് അറിഞ്ഞോ അറിയാതെയോ 3 വാക്കുകൾ പറഞ്ഞുപോയി. അതുകൊണ്ട് എന്താണ് ഇന്ന് പള്ളിയോട് ചേർന്ന അത്താരങ്ങൾ, നമുക്കറിയാം അത്താരൊക്കെ പണി എന്തോരം ശ്രദ്ധയോടെ പണിയുന്നത്, അല്ലേ? അതെല്ലാം എന്തിനു വേണ്ടിയാണ്? ബലി അർപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലേ? ബലി അർപ്പണം ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? വിവാഹം ഉണ്ടെങ്കിൽ 2 പേരും മേശ വേണം, അല്ലേ? 2 കസേര വേണം. ഒരു ഉപസരം ഉണ്ടെങ്കിൽ എന്നാ, ഒരു കസേര വേണം, ഒരു ഉറാറ വേണം, അച്ഛൻ വേണം, അല്ലേ? എത്രയല്ലേ ഉള്ളു. പക്ഷേ ബലി അർപ്പിക്കണമെങ്കിൽ ഇപ്പോൾ ഈ കർത്താവിൻ്റെ വാക്കുകൾ, ഞാൻ സത്യം പറഞ്ഞാൽ ഇനി ഇസ്രായേലിൽ യെസ്രയെ കാണാൻ പോയപ്പോഴാണ് യേശുവിൻ്റെ വാക്കിൻ്റെ വില മനസ്സിലാക്കിയത്. കാരണം കർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവിടെ ഒരു പള്ളി. ഈശോ അപ്പം വർദ്ധിപ്പിച്ചു, അവിടെ ഒരു പള്ളി. ഈശോ കരഞ്ഞു എവിടെയാണ്? ഈശോ കരയുന്നുണ്ട്. ഈശോ കരയുന്ന ഭാഗത്ത് കണ്ണീരിൻ്റെ ആകൃതിയുള്ള പള്ളി. മനസ്സിലായില്ലേ? അപ്പൊ ഈശോ ഇല്ലാത്ത സ്ഥലത്തെല്ലാം ഈശോയുടെ സ്ഥാനമാണെങ്കിൽ വെറും മരുപ്രദേശങ്ങളാണ്. ഞാൻ ഇവിടെ ഇസ്രായേലിലേക്ക് പോയപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തിയ 2 അനുഭവങ്ങൾ ചെന്ന് അമ്മാൻ എന്ന സ്ഥലത്ത് നിന്ന് മണിക്കൂർ 1 കിലോമീറ്റർ 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ബസ്സിൽ മണിക്കൂറുകൾ പോകണം. അപ്പോൾ എല്ലാം ഇങ്ങനെ മരുഭൂമികളാണ്, മരുഭൂമികൾ മാത്രമേ കാണുക, മണിക്കൂറുകൾ. പക്ഷേ ഇവിടുത്തെ പോലെ പതുക്കെ പോകുന്ന ബസ്സൊന്നും അല്ല, പതുക്കെ സ്പീഡ് ബസ് വേണം. പക്ഷേ ഇത്രയും ഭാഗത്ത് മാത്രം ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇടതോ നിൽക്കുന്ന മരങ്ങൾ, കാരണം മോശ കണ്ട് പാറ അടിച്ചപ്പിടിക്ക് വെള്ളം വന്ന സ്ഥലമാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ഥലമാണ്. അത് ഇന്നും ഉണ്ട് അതുപോലെ. ആ സ്ഥലം ഇന്നും അതുപോലെ നിൽക്കുകയാണ്. അവിടെ മാത്രം പച്ചപ്പുണ്ട്, മരുന്ന് നിൽക്കുന്നുണ്ട്. എന്നെ അനുഭവത്തിൽ വേറെ സംഭവം, ഈശോ മിശിഹ നടന്ന സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കെട്ടിടങ്ങളും നദികളും എല്ലാം വളരെ മനോഹരമാണ്. പിന്നെ ഈശോ എന്ന സ്ഥലമാണല്ലോ അതെല്ലാം, അവിടെല്ലാം മനോഹരമാണ്. പക്ഷേ സ്ഥലം വാങ്ങിയില്ലേ നമ്മുടെ യുദാസിൻ്റെ പൈസ ഇറക്കിയിട്ട് അതുകൊണ്ട് വെള്ളിക്കശോട്ട് കുറച്ച് പേരല്ല ആ സ്ഥലം, എത്ര സ്ഥലമുണ്ടത്, അവിടെ ഒരു പൂച്ചക്കാട് പോലും കയറുകയില്ല, അവിടെ ഒരു ഫിഗരം പോലും കയറുകയില്ല, അവിടെ ഒരു പുല്ല് പോലും ഇല്ല. അവിടെ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബലത്തിൽ ഞാൻ അവിടെ ചെയ്യാൻ ഓർത്തിയാനേ ഇങ്ങനെ ഹൃദയം സന്തോഷിച്ച് ഞാൻ കരഞ്ഞു വയ്ക്കത്തില്ല. അപ്പോൾ ഈശോ ഇങ്ങനെ വാചകം, ഈശോയുടെ വാക്കിൻ്റെ വിലയെ ഓർക്കുകയാണ്. ഇതുള്ളവരെ വിശുദ്ധ കുർബാനെ പറ്റി ഒന്ന് ഓർക്കുകയാണ്. വിശുദ്ധ കുർബാനയെ പറ്റി, അച്ഛനെ കുർബാനെ പറ്റി എനിക്ക് തോന്നുന്നു, അല്ലേ? നമുക്കറിയാം എല്ലാ കുദാശകളുടെയും മകുടമാണ് വിശുദ്ധ കുർബാന. കുദാശകളുടെ കുദാശകളും ആരാധനകളുടെ ആരാധനയുമാണ് വിശുദ്ധ കുർബാന, അല്ലേ?